ഷാലോം ടെലിവിഷൻ്റെ ഡെയിലി മിറർ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ അരമണിക്കൂർ സമയം നിങ്ങളോടൊത്തായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനവുമായി ബന്ധപ്പെടുത്തി നമ്മുടെ ജീവിതത്തെ ഒന്ന് നോക്കിക്കാണുവാനായിട്ടാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. നമ്മൾ ഇതുവരെയും ചെയ്തു വന്നിരുന്നതും അതുതന്നെയാണ്. അതിനായിട്ട് ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തത് ജ്ഞാനത്തിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ നിന്നാണ്. 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. നീതിമാൻ തന്നെ പീഡിപ്പിക്കുകയും തൻ്റെ പ്രവൃത്തികളെ പരിഹസിക്കുകയും ചെയ്തവരുടെ മുമ്പിൽ ആത്മവിശ്വാസത്തോടെ നിൽക്കും. അവർ അവനെ കാണുമ്പോൾ ഭയം കൊണ്ട് വിറയ്ക്കും. അവൻ്റെ അപ്രതീക്ഷിത രക്ഷയിൽ അവർ വിസ്മയിക്കും. അവർ പശ്ചാത്താപ വിവശരായി ദീനരോധത്തോടെ പരസ്പരം പറയും, ഭോഷന്മാരായ നമ്മൾ ഇവനെയാണ് പരിഹസിച്ച് നിന്ദയ്ക്ക് പര്യായമാക്കിയത്. അവൻ്റെ ജീവിതം ഭ്രാന്താണെന്നും അവസാനം മാനം കെട്ടതാണെന്നും ഞാൻ ചിന്തിച്ചു. ഇവൻ എങ്ങനെ ദൈവപുത്രന്മാരോടുകൂടെ എണ്ണപ്പെട്ടു? വിശുദ്ധരുടെ ഇടയിൽ അവനെങ്ങനെ അവകാശം ലഭിച്ചു? അതിനാൽ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചത് നമ്മളാണ്. നീതിയുടെ രശ്മി നമ്മുടെ മേൽ പ്രകാശിച്ചില്ല, നമ്മുടെ മേൽ സൂര്യൻ ഉദിച്ചുമില്ല. അധർമ്മത്തിൻ്റെയും വിനാശത്തിൻ്റെയും പാതയിൽ നാം യഥേഷ്ടം സഞ്ചരിച്ചു, വഴിത്താരയില്ലാത്ത മരുഭൂമികളിലൂടെ സഞ്ചരിച്ചു. കർത്താവിൻ്റെ മാർഗത്തെ നാം അറിഞ്ഞില്ല. അഹങ്കാരം കൊണ്ട് നമുക്കെന്ത് നേട്ടമുണ്ടായി? ധനവും ഗർവവും നമുക്ക് എന്ത് നൽകി? നിഴൽ പോലെയും കടന്നു പോകുന്ന കിംവദന്തി പോലെയും അവ അപ്രത്യക്ഷമാകും. ഇളകിമറിയുന്ന തിരമാലകളിൽ ചരിക്കുന്ന കപ്പൽ ഒരു രേഖയും അവശേഷിപ്പിക്കാത്തതുപോലെ അവ അപ്രത്യക്ഷമാകും. പറക്കുന്ന പക്ഷിയുടെ മാർഗം വായുവിൽ തെളിഞ്ഞു നിൽക്കുന്നില്ല. ചിറകടിയേൽക്കുന്ന ലോലവായു പറക്കലിൻ്റെ വേഗത്താൽ മുറിയുന്നു, എന്നാൽ അടയാളം അവിടെ ശേഷിക്കുന്നില്ല. ചിറകുകൊണ്ട് വായുവിനെ തുളച്ചു കീറി പക്ഷി മുന്നോട്ട് പോകുന്നു, എന്നാൽ അതിൻ്റെ അടയാളം അവശേഷിക്കുന്നില്ല. ലക്ഷ്യത്തിലേക്ക് എയ്യുന്ന അസ്ത്രം വായുവിനെ ഭേദിച്ചാലും ഉടനെ അത് കൂടിച്ചേരുന്നു. അങ്ങനെ അസ്ത്രത്തിൻ്റെ മാർഗം ആരും അറിയുന്നില്ല. അപ്രകാരം നമ്മളും ജനിച്ച ഉടനെ തന്നെ ഇല്ലാതായി. സുഹൃതത്തിൻ്റെ അടയാളമൊന്നും നമുക്ക് കാണിക്കാനില്ല. നമ്മുടെ ദുഷ്ടതയിൽ നാം നശിച്ചു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ പറയുന്ന ഈ കാര്യം എന്താണ്? ദുഷ്ടരായ മനുഷ്യർക്കുണ്ടാകുന്ന പശ്ചാത്താപ വിവശമായ ചില ആത്മഗതങ്ങളാണ്. അവർ ജീവിച്ചിരുന്നപ്പോൾ, അല്ലെങ്കിൽ അവർ വളരെ സുഖകരമായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചു. നീതിമാന്മാരായിട്ടുള്ള വ്യക്തികളെ അവർ പരിഹസിച്ചു. എന്ത് പറഞ്ഞിട്ടാണ് പരിഹസിച്ചത്? ഈ നീതിമാന്മാരായ വ്യക്തികൾ ലോകത്തിൻ്റെ ഭാഷയിൽ മണ്ടത്തരങ്ങളായ കുറേ കാര്യങ്ങളാണ് ചെയ്തത്. മണ്ടത്തരങ്ങളായ കാര്യങ്ങൾ, ശരിയായിട്ടുള്ളത് എന്ന് അവർ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഈ ലോകത്തിൻ്റെ ഭാഷയിൽ മണ്ടത്തരങ്ങളാണ്. അതങ്ങനെയാണല്ലോ. നമ്മൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം വായിച്ചു വരുമ്പോഴറിയാം. മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ പറയുന്ന 12-ാം വാക്യം പറയുന്ന കാര്യം എന്താണ്? പല പ്രാവശ്യം നമ്മൾ ഈ വേദിയിൽ ആവർത്തിച്ചിട്ടുള്ളതാണ്. ഒരിക്കൽ കൂടി ഞാനത് വായിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 12-ാം വാക്യം. നിങ്ങൾ ആഹ്ലാദിച്ച് ആനന്ദിക്കുവിൻ. എപ്പോഴാണ് ആഹ്ലാദിച്ച് ആനന്ദിക്കേണ്ടത്? അത് പറയുന്നത് എന്നെപ്രതി, 11-ാം വാക്യം, എന്നെപ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോഴാണ് നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കേണ്ടത്. ഈ നീതിമാന്മാരെന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കേണ്ടത് എന്താണ്? കേവലം നീതി മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുന്ന വ്യക്തികൾ എന്ന് മാത്രമല്ല, നേരെ മറിച്ച് അതിലുപരിയാണ്. നീതി എന്ന് പറയുന്നത് നമ്മളോട് ആവശ്യപ്പെടുന്നതിലും കൂടുതലൊക്കെ ചെയ്യാൻ തയ്യാറാവുക. അത് കേവലം ഒരു നീതിയുടെ പേരിലല്ല. ആർക്കാണത് ആവശ്യമുള്ളത്, ആ വ്യക്തിക്ക് ആവശ്യമുണ്ട് എന്നുള്ള ചിന്തയിൽ എൻ്റെ ലാഭനഷ്ടങ്ങൾ നോക്കാതെ ചെയ്തു കൊടുക്കുന്നതിനെയാണ് എപ്പോഴും
നീതി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നീതിമാന്മാർ ചെയ്യുന്ന കാര്യം എന്താണ്? അവർ ചെയ്യുന്ന കാര്യം ഇതാണ്. അവർക്ക് ഈ ലോകത്തിൻ്റെ ഭാഷയിൽ ഭോഷത്വമാണ് എന്ന് തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. കുരിശിൻ്റെ ഭോഷത്വം എന്ന് പറയുന്നത് എന്താണ്? കുരിശിൻ്റെ ഭോഷത്വം എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും ചെയ്യാതെ കുരിശിൽ ഒരു ക്രിമിനലിനെ പോലെ മരിക്കുക. അതാണ് കുരിശിൻ്റെ ഭോഷത്വം. വാസ്തവത്തിൽ കർത്താവ് അതാണ് ചെയ്തത്. അതിനെയാണ് പൗലോസ് കുരിശിൻ്റെ ഭോഷത്വം എന്ന് വിളിക്കുന്നത്. ഈ ഭോഷത്വമാണ് നീതിമാന്മാർ ചെയ്യുന്നത്. അതായത് നീതിമാൻ എന്നുള്ളതിൻ്റെ അർത്ഥം ദൈവത്തെ പോലെ പെരുമാറുന്നവനെന്ന് തന്നെയാണ്, വേറൊന്നുമില്ല അതിനർത്ഥം. ദൈവത്തെ പോലെ നമുക്ക് പെരുമാറാനായിട്ട് കഴിയുമ്പോൾ അങ്ങനെയുള്ള വ്യക്തികളാണ് നീതിമാന്മാർ. ആ നീതിമാന്മാർ ദുഷ്ടൻ്റെ മേലും ശിഷ്ടൻ്റെ മേലുമൊക്കെ വെയിൽ തെളിയിക്കുകയും മഴ പെയ്യുകയും ചെയ്യും ദൈവത്തെ പോലെ പെരുമാറുന്നു. അത് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഭോഷത്വമാണ്. അതാണ് ഈ കുരിശിൻ്റെ ഭോഷത്വം എന്ന് പറയുന്നത്. എന്നെ ഉപദ്രവിക്കുന്ന ശത്രുവിനെ ഞാൻ വകവരുത്തുകയല്ലേ ചെയ്യേണ്ടത്? സാധാരണഗതിയിൽ നമുക്കതാണ് ചിന്തിക്കാൻ തോന്നുക. അതേസമയത്ത് ഞാൻ യഥാർത്ഥത്തിലൊരു നീതിമാനാണെങ്കിൽ, ഏതർത്ഥത്തിൽ നീതിമാൻ? ഈ പറയുന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീതിമാനാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് എന്താണ്? എൻ്റെ ശത്രുവിനെ ഇല്ലായ്മ ചെയ്യുകയല്ല, നേരെ മറിച്ച് അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അവനെ എൻ്റെ പ്രാർത്ഥനയിലൂടെ മാറ്റിയെടുക്കാൻ പരിശ്രമിക്കും. എന്നെക്കുറിച്ച് വ്യാജമായ തിന്മകൾ അവൻ പറയുന്നുണ്ടാകും, അപഖ്യാതി പറയുന്നുണ്ടാകും. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ മിണ്ടാതിരുന്നു വരും. കർത്താവ് കൊലക്കളത്തിലേക്ക് പോകുന്ന കുഞ്ഞാടിനെ പോലെ മിണ്ടാതിരുന്നു എന്നാണ് പറഞ്ഞത്. കർത്താവ് ഒരുപാടൊന്നും ഈ തന്നെ ശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ മിണ്ടുന്നില്ല. എന്താണ് ആ ഒരു 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 ഈ നിശബ്ദതയുടെ അർത്ഥം എന്താണ്? പറയാനില്ലാഞ്ഞിട്ടല്ല, പറയാനുണ്ട്. പക്ഷേ ഇവിടെ പറഞ്ഞതുപോലെ ഈ നീതിമാനായതുകൊണ്ട്, ആ നീതിമാൻ ദൈവത്തിൻ്റെ രീതിയിൽ പ്രതികരിക്കേണ്ട വ്യക്തി ആയതുകൊണ്ട്, ദൈവം പ്രതികരിക്കുന്ന രീതി അതായതുകൊണ്ട് അങ്ങനെ ആയിരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് പലപ്പോഴും ശക്തിയാണ്, അത് ഏത് തരത്തിലുള്ള ശക്തിയും, നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണ് മണി പവറുണ്ട്, മസിൽ പവറുണ്ട്, ഇന്നിപ്പോൾ മീഡിയ പവറുണ്ട്. 3 M's. മസിൽ പവർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആളുകളെയൊക്കെ കൂട്ടി ശാരീരികമായി ആക്രമിച്ച് അല്ലെങ്കിൽ പണമൊക്കെ സ്വാധീനം ഉപയോഗിച്ച് ചെയ്യുന്ന, അതാണ് മസിൽ പവർ എന്ന് പറയുന്നത്. അങ്ങനെ ഇന്ന് ഒരുപാട് പേര് ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അത് ശരിയല്ല എന്ന് പറയുന്ന നീതിമാൻ ഭോഷനായി മാറുന്നു. അതുമല്ലെങ്കിൽ കൈക്കൂലി കൊടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ പരിശ്രമിക്കുന്നവരുണ്ട്, അവരും ഭോഷന്മാരായിട്ട് മാറുന്നു. അവരും മറ്റുള്ളവരുടെ നീതിമാൻ അവരുടെ ദൃഷ്ടിയിൽ ഭോഷന്മാരാണ്. കാരണം അവരങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ എന്താണ്, ഒരു തിന്മയിൽ ഒരു 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 അക്രമത്തിൽ നിന്ന് ഒളിച്ചോടുക. അക്രമത്തിൽ നിന്നല്ല, ഉദാഹരണത്തിന് ഞാൻ തെറ്റ് ചെയ്തു, എന്നെ ശിക്ഷിക്കാനായിട്ട് ഒരുങ്ങുന്നവരുടെ ദൃഷ്ടിയിൽ ഞാൻ ഒളിച്ചോടുക, അങ്ങനെ ഞാൻ രക്ഷപ്പെടുക. ഇതെല്ലാം എന്താണ്? ഈ മസിൽ പവർ എന്ന് പറയും. അത് അങ്ങനെ ചെയ്യാത്തവർ ഭോഷന്മാരായി മാറും. അല്ലെങ്കിൽ മണി പവർ, സാമ്പത്തികമായിട്ട് പണം കൊടുത്ത് മറ്റ് രീതിയിലൊക്കെ സ്വാധീനിക്കുന്ന ആ ഒരു രീതി. അതുപോലെ തന്നെ മീഡിയ, ഇന്നിപ്പോൾ മറ്റ് രണ്ടിനേക്കാൾ കൂടുതൽ ഈ മീഡിയയിലാണ് ഇന്ന്. മീഡിയ എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ. ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ ശാലോമിലൂടെയാണ്. അതൊരു മീഡിയയാണ്, ഒരു മാധ്യമമാണ്. അപ്പോൾ ഈ മീഡിയ എന്ന് വല്ലാത്തൊരു ശക്തിയാണ്. നമുക്കറിയാം, ഈ ടെലിവിഷനേക്കാളും ഒക്കെ ശക്തി ഇന്നത്തെ സോഷ്യൽ മീഡിയയ്ക്കുണ്ട്, സമൂഹ മാധ്യമങ്ങൾ. ആ മാധ്യമങ്ങൾ ശരിക്കും പറഞ്ഞാൽ വലിയ ഒരു 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 ശക്തിയുടെ അടയാളമായിട്ടാണ് നിലകൊള്ളുന്നത്. ആരെക്കുറിച്ചും എന്തും ഏത് സമയത്തും എവിടെയും എഴുതുകയും പറയുകയും ചെയ്യുന്ന ഒരു ശൈലി. അപ്പോഴിങ്ങനെ നീതിമാനായ വ്യക്തി അങ്ങനെയൊന്നും ചെയ്യല. ഈ മസിൽ പവറോ മീഡിയ പവറോ അല്ലെങ്കിൽ മണി പവറോ ഒന്നും അവിടെ ഉപയോഗിക്കുകയില്ല. സത്യസന്ധമായ രീതിയിൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. അങ്ങനെയുള്ള വ്യക്തികൾ മണ്ടന്മാരായിട്ട് ഭോഷന്മാരായിട്ട് പരിഗണിക്കപ്പെടും, ബലഹീനരായിട്ട് പരിഗണിക്കപ്പെടും, അല്ലെ പേടിത്തൊണ്ടന്മാരായിട്ട് പരിഗണിക്കപ്പെടും. നേരെ മറിച്ച് ഒരു ക്രൈസ്തവ വിശ്വാസി അതൊക്കെ ചെയ്യുമ്പോൾ അതെന്തുകൊണ്ടാണ് ചെയ്യുന്നത്? തൻ്റെ ഗുരു അങ്ങനെ പഠിപ്പിച്ചതുകൊണ്ടാണ്. ആ പഠനം മറന്നുപോയവരാണ് ക്രിസ്ത്യാനിയുടെ ഇടയിൽ പോലും നേരെ തിരിച്ച് ചെയ്യുന്നത്. ശക്തി കൊണ്ട് അല്ലെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും മാർഗത്തിലൂടെ ശത്രുവിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഒരു ക്രിസ്ത്യാനി പരിശ്രമിക്കുമ്പോൾ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അർത്ഥം ആ വ്യക്തിക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ്. ഈ നീതിമാന്മാരെ പരിഹസിക്കുന്നവരെക്കുറിച്ച് അതാണ് പറയുന്നത്. നീതിമാൻ തന്നെ പീഡിപ്പിക്കുകയും തൻ്റെ പ്രവൃത്തികളെ പരിഹസിക്കുകയും ചെയ്തവരുടെ മുമ്പിൽ ആത്മവിശ്വാസത്തോടെ നിൽക്കും. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ആത്മവിശ്വാസത്തോടെ നിൽക്കാമല്ലോ.
യാതൊരു സംശയവും വേണ്ട. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഒരുപക്ഷെ അങ്ങനെ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാകും. അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ ഞാൻ സന്തോഷിക്കുകയാണ് വേണ്ടത് എന്ന് വചനം പറയുന്നു. കാരണം അപ്പോൾ എനിക്ക് സ്വർഗരാജ്യം കിട്ടുന്നു. ആ സ്വർഗരാജ്യം എന്ന് പറയുന്നത് എന്താണ്? കേവലം ഒരു വരാനിരിക്കുന്ന ആ രാജ്യത്തെക്കുറിച്ച് മാത്രമല്ല, നേരെ മറിച്ച് ദൈവത്തിൻ്റെ സാമീപ്യം അനുഭവിക്കുന്ന സ്ഥലം. എനിക്ക് അപ്പോഴാണ് ദൈവത്തിൻ്റെ സാമീപ്യം കൂടുതലായിട്ട് അനുഭവിക്കാൻ കഴിയുക. ഒരുപക്ഷെ അതിനെ ഈ രീതിയിലും എടുക്കാം. എന്നെക്കുറിച്ച് അവഖ്യാതി പറയുമ്പോൾ കൂടുതലായിട്ട് ഞാൻ മനുഷ്യരിൽ ആശ്രയം വയ്ക്കാതെ ആരിൽ ആശ്രയം വയ്ക്കുന്നു? ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നു. അങ്ങനെ കൂടുതലായിട്ട് ഞാൻ ദൈവവുമായിട്ട് അടുക്കുന്നു. അതിലൂടെ എനിക്ക് ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. സങ്കീർത്തനം പറയുന്നുണ്ട്, അധികാരിയിലോ മനുഷ്യരിലോ ആശ്രയം വയ്ക്കരുത്, നേരെ മറിച്ച് എപ്പോഴും ദൈവത്തിൽ ആശ്രയം വയ്ക്കുക. അങ്ങനെ ദൈവത്തിൽ ആശ്രയം വയ്ക്കുമ്പോൾ ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവം എനിക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതാണ് കർത്താവ് പറഞ്ഞത്, ദൈവരാജ്യം അവരുടേതാണ്, അവർക്ക് അനുഭവം ഉണ്ടാകും. മാത്രമല്ല, അതിന് വേറൊരു വശമുണ്ട്. ഈ നീതിമാൻ, ഒരു ക്രൈസ്തവ വിശ്വാസി ഇപ്രകാരം സഹിക്കുമ്പോൾ ആണ് അത് രക്ഷാകരമായി തീരുന്നത്. ഞാനൊരു തെറ്റ് ചെയ്തിട്ട് ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ, സഹിക്കുകയാണെങ്കിൽ, ആളുകൾ എന്നെക്കുറിച്ച് അവഖ്യാതി പറയുകയാണെങ്കിൽ അതെൻ്റെ തെറ്റിനുള്ള ശിക്ഷ മാത്രമേ ആകുന്നുള്ളൂ. നേരെ മറിച്ച് ഇതൊന്നും ഞാൻ ചെയ്യാതെ ഞാൻ ശിക്ഷിക്കപ്പെടുകയോ അവഖ്യാതി പറയപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ അപ്പോൾ എൻ്റെ സഹനം വേറെന്തിനോ വേണ്ടിയുള്ള ഒരു ഒന്നായി മാറുന്നു. അത് മറ്റുള്ളവരുടെ രക്ഷയാണ്. അവിടെയാണ് യേശുവിനെ പോലെയുള്ള ആ രക്ഷാകര ദൗത്യം ഞാൻ നിർവഹിച്ചു എന്ന് പറയാനായിട്ട് കഴിയുക. അപ്പോൾ എനിക്ക് ആത്മവിശ്വാസം നിൽക്കാനായിട്ട് കഴിയും. ഞാൻ എന്തിനാണ് പേടിക്കുന്നത്? ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ശരിയാണ്, എന്നെ തെറ്റിദ്ധരിക്കുമായിരിക്കാം, അത് പ്രശ്നമില്ല. നേരെ മറിച്ച് എനിക്ക് ഒന്നും പേടിക്കാതെ ആയിരിക്കാനായിട്ട് കഴിയും. എന്നെ ഒരുപക്ഷെ ഈ മനുഷ്യർ അവഹേളിക്കുമായിരിക്കാം, അവഗണിക്കുമായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ അവഹേളിക്കപ്പെടുകയില്ല. ഇതെല്ലാം എപ്പോഴാണ് തെളിയുന്നത്? അവസാന ദിവസം ഇതെല്ലാം തെളിയും, സംശയമൊന്നും വേണ്ട. അതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റിയിരിക്കുന്ന മണ്ടത്തരം അല്ലെങ്കിൽ പോഷത്വം എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ ഒരു അന്തിമ ദിവസം ഉണ്ടെന്നോ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് നമ്മൾ പോകേണ്ടി വരുമെന്നോ, ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടി വരുമെന്നോ ഒക്കെയുള്ള ആ ചിന്തകൾ ഇന്ന് അസ്തമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തമെന്ന് പറയുന്നത്. അതൊക്കെ അസ്തമിച്ചു പോയി. നമുക്കിന്ന് സ്വർഗത്തെക്കുറിച്ചോ നരകത്തെക്കുറിച്ചോ ഒന്നും ഒരു ചിന്തയുമില്ല. വരും ലോകത്തെക്കുറിച്ച് വലിയ വേവലാതിയൊന്നുമില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പിന്നെ നമ്മൾ ഈ ലോകത്തിൻ്റെ മാർഗങ്ങൾ തേടാൻ തുടങ്ങുന്നതും അതിൻ്റെ വഴികൾ നമ്മൾ അഭിരമിക്കുന്നതിലും അതിൽ അഭിമാനം കണ്ടെത്തുന്നതുമൊക്കെ അപ്പോഴാണ്. നേരെ മറിച്ച് നീതിമാൻ അങ്ങനെയല്ല. നീതിമാൻ ചെയ്യുന്നത് ആ ദുഷ്ടതയുടെ മുമ്പിൽ ആത്മാഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുകയാണ് ചെയ്യുന്നത്. അവർ അവനെ കാണുമ്പോൾ ഭയം കൊണ്ട് വിറയ്ക്കും, അവൻ്റെ അപ്രതീക്ഷിതമായ രക്ഷയിൽ അവർ വിസ്മയിക്കും. ഇതൊരു വാഗ്ദാനമാണ്. ഈ വാഗ്ദാനം നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ആ വിശ്വാസമില്ലെങ്കിൽ ഈ ജീവിതത്തിൽ, ക്രൈസ്തവ ജീവിതത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നമ്മളിപ്രകാരമുള്ള ആ വാഗ്ദാനങ്ങളൊക്കെ വായിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ദുഷ്ടന്മാർ നമ്മുടെ മുമ്പിൽ വിറയ്ക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അവർ വിറയ്ക്കും. ചിലരുടെ നമ്മൾ കണ്ടിട്ടില്ല, ചില നിഷ്കളങ്കരായ മനുഷ്യരുടെ ചില നോട്ടങ്ങളുണ്ട്. ആ നോട്ടത്തിൽ നമ്മളൊക്കെ ചിലപ്പോൾ ദഹിച്ചു പോകും. അതുപോലത്തെ നോട്ടങ്ങളാണത്. അവർക്കാരും പേടിക്കേണ്ട കാര്യമില്ല. അവർ പറയാനുള്ള കാര്യം നേരെ നോക്കി സത്യസന്ധമായിട്ട് പറയും, കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഈ പറയുന്നത് പോലെ ആത്മവിശ്വാസത്തോടുകൂടി മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കും. മറ്റുള്ളവർ ഭയം കൊണ്ട് വിറയ്ക്കും. ഇനി അവൻ്റെ അപ്രതീക്ഷിത രക്ഷയിൽ അവർ വിസ്മയിക്കും. അവർ പശ്ചാത്താപ വിവശരായി ദീനരോധത്തോടെ പരസ്പരം പറയും, ഭോഷന്മാരായ നമ്മൾ ഇവനെയാണ് പരിഹസിച്ച് നിന്ദയ്ക്ക് പര്യായമാക്കിയത്. അവൻ്റെ ജീവിതം ഭ്രാന്താണെന്നും അവസാനം മാനം കെട്ടതാണെന്ന് നമ്മൾ ചിന്തിച്ചു. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ചാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷെ ഇപ്പോൾ ഇതാ അവൻ രക്ഷിക്കപ്പെടുന്നു, നമ്മൾ ശിക്ഷിക്കപ്പെടുന്നു. ഏതൊരു മനുഷ്യൻ്റെയും ഗതി ഇത് തന്നെയാണ്. ജീവിച്ചിരിക്കുമ്പോൾ നമ്മളുടെ ചിന്ത കേവലം മാനുഷികമാണ്. നേരെ മറിച്ച് ഒരു നീതിമാനായ വ്യക്തി, ആ വ്യക്തിയുടെ ചിന്ത എപ്പോഴും ദൈവികമാണ്. പത്രോസിനോട് കർത്താവ് പറഞ്ഞ കാര്യം ഓർക്കുക, പത്രോസേ, നിൻ്റെ ചിന്ത മാനുഷികമാണ്, എൻ്റെ ചിന്ത ദൈവികമാണ്. അതുകൊണ്ട് നീ എന്നെ പ്രലോഭിപ്പിച്ച് നിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ നീ ശ്രമിക്കരുത്. ഇവിടെ ഈ ദീനരോധത്തോടു കൂടി ഇവർ പരസ്പരം പറയും,
പക്ഷേ അപ്പോഴത്തേക്കും താമസിച്ചു പോയി കഴിഞ്ഞിരിക്കും. ലാസറിൻ്റെയും ധനവാന്റെയും കഥ നമുക്കറിയാമല്ലോ. ആ ധനവാനായ മനുഷ്യൻ പിതാവായ അബ്രാഹത്തോട് പറയുന്നൊരു കാര്യം, എൻ്റെ സഹോദരന്മാരുടെ അടുത്തേക്ക് ലാസറിനെ ഒന്ന് പറഞ്ഞു വിടണമേ. ദൈവം പറഞ്ഞു സാധ്യമല്ല. അബ്രാഹാം പറഞ്ഞു, മകനെ, ഞങ്ങൾക്കും നിങ്ങൾക്കും നിനക്കും ഇടയിലൊരു വലിയ ഗർത്തമുണ്ട്. താമസിച്ചു പോയി, നീ ചെയ്യേണ്ട സമയം നേരത്തെയായിരുന്നു. ഇനി ഞങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. പശ്ചാത്താപ വിവശരായി ദീനരോധത്തോടെ പരസ്പരം പറയും, ഭോഷന്മാരായി നമ്മൾ ഇവനെയാണ് പരിഹസിച്ച് നിന്ദയ്ക്ക് പര്യായമാക്കിയത്. അവൻ്റെ ജീവിതം ഭ്രാന്താണെന്നും അവസാനം മാനം കെട്ടതാണെന്ന് നാം ചിന്തിച്ചു. പക്ഷേ അവനെങ്ങനെ ദൈവപുത്രന്മാരോടുകൂടെ എണ്ണപ്പെട്ടു? നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ, എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ളപ്പോൾ, കൂട്ടുകാരുള്ളപ്പോൾ ഇതൊന്നും ഓർത്തെന്ന് വരില്ല. പക്ഷേ ഓർക്കുന്ന ഒരു നിമിഷം വരും, അപ്പോഴേക്കും താമസിച്ചു പോയി കഴിഞ്ഞിരിക്കും. ജീവിതകാലം മുഴുവൻ നിരീശ്വരരായി ജീവിച്ചിട്ട് അവസാനം ഈശ്വരവിശ്വാസികളായി മാറുന്ന എത്രയോ മനുഷ്യർ ഈ ലോകത്തിലുണ്ട്. തത്വശാസ്ത്രജ്ഞനായിരുന്ന നീറ്റ്ഷെ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ദൈവം ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, പക്ഷേ അത് വിശ്വസിക്കുക വലിയ വിഷമമാണ്. ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുക വലിയ വിഷമമാണ്. അത് വല്ലാത്തൊരു മാനസിക സംഘർഷം ഉളവാക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അത് അംഗീകരിച്ചാൽ പോരെ? അത് അംഗീകരിക്കാൻ മനസ്സ് വരുന്നുമില്ല. ദൈവത്തെ അംഗീകരിക്കുക, അല്ലെങ്കിൽ ഈ ദീനരോധത്തോടു കൂടി നമ്മൾ പറയേണ്ടി വരും, ഇവനെയാണ് നമ്മൾ പരിഹസിച്ച് നിന്ദയ്ക്ക് വിധേയമാക്കിയത് എന്ന്. ഈ ലോകത്തിൽ നീതിമാന്മാരായ മനുഷ്യരുണ്ട്, ദൈവത്തിൽ വിശ്വസിച്ച് മുന്നേറുന്നവരുണ്ട്, എല്ലാം സഹിക്കുന്നവരുണ്ട്. അവരെ ഭോഷന്മാരായിട്ട്, മണ്ടന്മാരായിട്ട് കരുതും. നമ്മൾ ബലം കുറഞ്ഞവരായിട്ട്, ബലഹീനരായിട്ട് കരുതും. അവരെ നമ്മൾ ഉപദ്രവിക്കാൻ പരിശ്രമിച്ചെന്ന് വരും. അവരെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിച്ച് അവരുടെ തൊഴിലെല്ലാം തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്ന് വരും. നമ്മൾ ബുദ്ധിമാന്മാരാണെന്ന് കരുതും. പക്ഷെ നമുക്കറിയാം അങ്ങനെയല്ല. നമ്മൾക്കൊരു ദിവസം വരും, അന്ന് നമ്മളിതിന് ഉത്തരം കൊടുക്കേണ്ടി വരും. ഈ നീതിമാൻ്റെ വില നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും എന്നുള്ളതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം. ഇനി വീണ്ടും പറയുകയാണ്, 3-ാമത്തെ അധ്യായത്തിൽ ഈ നീതിമാന്മാർക്ക് എന്താണ് സംഭവിക്കുന്നത്? നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്. ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല. അവർ മരിച്ചതായി ഭോഷന്മാർ കരുതി അവരുടെ മരണം പീഡനമായും നമ്മിൽ നിന്നുള്ള വേർപാടും നാശമായും അവർ കണക്കാക്കി. എന്നാൽ അവരാകട്ടെ ശാന്തി അനുഭവിക്കുന്നു. അതുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടവരെന്ന് മനുഷ്യരുടെ ദൃഷ്ടിയിൽ തോന്നിയാലും അനശ്വരമായ പ്രത്യാശ ഉള്ളവരാണവർ. ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു. അല്പകാല ശിക്ഷണത്തിന് ശേഷം അവർക്ക് വലിയ നന്മ കൈവരും. ഉലയിൽ സ്വർണം എന്ന പോലെ അവിടുന്ന് അവരെ ശോധന ചെയ്ത് ദഹനബലിയായി സ്വീകരിച്ചു. അവിടുത്തെ സന്ദർശനത്തിൽ അവർ പ്രശോഭിക്കും. ഇതാണ് വരുന്നത്. ഈ നീതിമാന്മാർക്കുണ്ടാകുന്ന അവസ്ഥ എന്താണ്? അവരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്. ബാക്കി മനുഷ്യരെ ചിന്തിക്കുന്ന പോലെയല്ല. അവരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്. ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല. 91-ാം സങ്കീർത്തനം നമ്മൾ സിറോ മലബാർ കാനന നമസ്കാരത്തിൽ എല്ലാ ദിവസവും ചെല്ലുന്നതാണ്. അവിടെ പറയുന്നതാണ്, ഒരു ഉപദ്രവവും നമ്മളെ ഏശുകയില്ല. ദൈവം നമ്മളോട് കൂടി ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിന് വിഷമിക്കണം? ഇവിടെ പറയുന്നത് ഈ ഏതാനും കാലത്തെ ശിക്ഷണം, അതിനുശേഷം അവർ വീണ്ടും പ്രശോഭിക്കും. ശിക്ഷിക്കപ്പെട്ടവരെന്ന് മനുഷ്യദൃഷ്ടിയിൽ തോന്നിയാലും അനശ്വരമായ പ്രത്യാശയുള്ളവരാണവർ. ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു. അല്പകാല ശിക്ഷണത്തിന് ശേഷം അവർക്ക് വലിയ നന്മ കൈവരും. ദൈവമാണ് അവരെ യോഗ്യരെന്ന് കണ്ടെത്തുന്നത്. ശിക്ഷണം അല്പകാലത്തേക്കേ ഉള്ളൂ. നമുക്കറിയാം, കുട്ടികളായിരിക്കുമ്പോൾ മക്കളെ നമ്മൾ ശിക്ഷണത്തിന് വിധേയരാക്കും. ശിക്ഷയ്ക്കും ചിലപ്പോൾ വിധേയരാക്കും, പക്ഷേ ശിക്ഷണം ആവശ്യമാണ്. ഈ ശിക്ഷണത്തിന് നമ്മൾ കുട്ടികളെ ഇങ്ങനെ പ്രായപൂർത്തിയാകുന്നവരൊക്കെ ചെയ്യുമായിരിക്കും. പിന്നെ നമ്മളധികം ചെയ്യാറില്ല. അല്പകാലത്തേക്ക് ശിക്ഷണം ഉണ്ടാവുകയുള്ളൂ. ദൈവത്തിൻ്റെ കാര്യത്തിൽ ഇതുപോലെ തന്നെയാണ്. നമ്മളെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അല്പകാലത്തേക്കൊക്കെ ഈ ശിക്ഷണത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കും. പക്ഷേ അതിന് ശേഷം സംഭവിക്കുന്ന എന്താണ്? അവർക്ക് വലിയ നന്മ കൈവരും. ഈ നന്മ എന്ന് പറയുന്ന ഒരു പ്രത്യാശയാണത്. ആ പ്രത്യാശ ഉള്ളവരാകുമ്പോൾ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം,
പ്രത്യാശ അല്ലെങ്കിൽ ആശയറ്റതാണ് നിരാശ എന്ന് പറയുന്നത്. നിരാശ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാനുള്ള താല്പര്യം തന്നെ നഷ്ടപ്പെടുന്നു. അങ്ങനെ ജീവിക്കാനുള്ള താല്പര്യം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ചിലപ്പോഴൊക്കെ ആത്മഹത്യയിൽ അവസാനിക്കും, അല്ലെ സ്വന്തം നാശത്തിൽ ഒന്നും ചെയ്യാത്ത അവസ്ഥയിലേക്ക്, ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. അതുകൊണ്ട് നീതിമാനായിരിക്കുകയും അതിൻ്റെ അടിസ്ഥാനം എന്തെന്ന് നമ്മൾ തിരിച്ചറിയുകയും ചെയ്യണം. ദൈവത്തിൻ്റെ മുമ്പിൽ നീതിമാനായിരിക്കുന്നവർക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അനർത്ഥങ്ങളെല്ലാം ശിക്ഷണങ്ങളായിട്ട് നമ്മൾ കരുതുക. നമ്മളെ ദൈവം ശിക്ഷിക്കുന്നതല്ല, നേരെ മറിച്ച് ശിക്ഷണം തരുന്നതാണ്. എന്തിനു വേണ്ടിയിട്ട്? ഈ സ്വർണം ഉലയിൽ ഉരുക്കി ആഭരണമാക്കുന്നത് പോലെ നമ്മളെ ആക്കാൻ വേണ്ടിയിട്ടാണ്. ജോബിൻ്റെ പുസ്തകത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ആ ജോബിൻ്റെ കഥ നമ്മൾ അറിയാം. ജോബിൻ്റെ കാര്യത്തിൽ ഇതല്ലേ സംഭവിച്ചത്? കുറേ കാലത്തിന് ഭയങ്കരമായിട്ട് ജോബിനെ ശിക്ഷിച്ചതുപോലെ എല്ലാവർക്കും തോന്നി. ഒന്നും ആയിരുന്നില്ല. ദൈവത്തിൻ്റെ വിശ്വസ്തനായ മനുഷ്യൻ എങ്ങനെയാണ് പെരുമാറുക എന്ന് ഈ രീതിയിൽ ദൈവം ആ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ആ പിശാച് എന്ന് പറയുന്നത് ലോകത്തിൻ്റെ പ്രതീകമാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവനെ കളിയാക്കുന്നവർക്കുള്ള ഉത്തരമാണ് ജോബിൻ്റെ ജീവചരിത്രം. അതുകൊണ്ട് ഇവിടെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അല്പകാലമൊക്കെ ശിക്ഷണമുണ്ടാകും. നമ്മൾ മുന്തിരിയും കാപ്പിയുമൊക്കെ തേയിലയുമൊക്കെ വെട്ടുനിർത്തും, പ്രൂൺ ചെയ്യാമെന്ന് പറയും. പക്ഷെ അതെന്തിനാണ്? അത് അല്പകാലത്തേക്കേ ഉള്ളൂ. അത് നന്നായിട്ട് കായ്ക്കാൻ വേണ്ടിയിട്ടാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ശിക്ഷണം നമുക്ക് സ്വീകരിക്കാൻ പറ്റണം. നീതിമാന്മാരത് സ്വീകരിക്കും. അവരെ ആരും കളിയാക്കുകയും വേണ്ട. അവർ അത് സ്വീകരിക്കുമ്പോൾ അതിനർത്ഥമുണ്ട്. അതിൻ്റെ അന്ത്യം അവരുടെ വിജയമായിരിക്കും. ദൈവത്തോടൊത്തുള്ള ആ സ്വർഗരാജ്യത്തിലെ ജീവിതമായിരിക്കും. നമുക്കുമത് പ്രാപ്യമാകട്ടെ.